ശ്രീ സായിരാം. കലിയുഗ അവതാരിയാണ് ഭഗവാൻ ശ്രീ സത്യസായി ബാബ. ജീവിതയാത്രാ മധ്യത്തിൽ മനസ്സിന്റെ കടിഞ്ഞാൻ അഴിഞ്ഞുപോയ ഒരു ഘട്ടത്തിലാണ് ഞാൻ ഭഗവാന്റെ സ്നേഹകരങ്ങളെ മുറുകെ പിടിക്കുന്നത്. ഭഗവാൻ എന്നെ ആധ്യാത്മിക ജീവിത പാതയിലേക്ക് നയിച്ചു. അദ്ദേഹത്തിന്റെ മഹത് വചനങ്ങൾ ഞാൻ എൻ്റെ ഹൃദയത്തിലേറ്റി. മാനവിക മൂല്യങ്ങളുടെയും ജീവിത യാഥാർത്ഥ്യങ്ങളെ പറ്റിയും ഒക്കെയുള്ള അറിവുകൾ എനിക്ക് ലഭിച്ചത് ഭഗവാന്റെ പുസ്തകങ്ങളിൽ നിന്നാണ്. മായക്കാഴ്ചകളിൽ അകപ്പെടാതെ മനസ്സിനെ നേരായ വഴിയിൽ നയിക്കാൻ കഴിയണം. ആധ്യാത്മിക ജ്ഞാനത്തിൽ ആദ്യമായി ഞാൻ പഠിച്ചത് ഇതാണ്. ഈ സന്ദർഭത്തിൽ എനിക്ക് ഒരു കഥ ഓർമ്മ വരുന്നു. ഞാൻ അന്ന് വായിച്ചതാണ്. ഒരിക്കൽ ഭഗവാൻ മായാദേവിയെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഗൗരവത്തോടെ പറഞ്ഞു, ഉടൻ എൻ്റെ സന്നിധിയിൽ നിന്നും പോവുക. ഇനി മുതൽ എനിക്ക് നിന്നെ കാണണ്ട. ഭഗവാന്റെ കൽപ്പന കേട്ട് മായാദേവി പേടിച്ചു വിറച്ച് തൊഴുകൈയോടെ മൗനത്തോടെ നിന്നു. ഭഗവാൻ രോഷത്തോടെ വീണ്ടും പറഞ്ഞു, ദേവി കാരണം എനിക്ക് എന്തെല്ലാം ദുഷ്പേരാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നറിയാമോ? ജനങ്ങൾ എന്നെ മായാധാരി എന്ന് വിളിക്കുന്നു. എൻ്റെ ഭക്തന്മാർക്കും മായയുടെ കളികൾ കൊണ്ട് എന്തെല്ലാം പരാതികളാണെന്നറിയാമോ? ഉടൻ ഇവിടെ നിന്നും പോകൂ. ഭഗവാന്റെ കൽപ്പന കേട്ട് ദേവി നിശ്ചലയായി നിന്നു. തന്റെ ആജ്ഞ അനുസരിക്കാത്ത എന്തെന്ന ഭാവത്തിൽ ഭഗവാൻ നോക്കിയപ്പോൾ ദേവി പറഞ്ഞു, ഭഗവാനെ ക്ഷമിക്കണേ. തീർച്ചയായും ഞാൻ അങ്ങയുടെ കൽപ്പന ഉടൻ അനുസരിക്കുന്നതാണ്. പക്ഷേ ഞാൻ എവിടേക്കാണ് പോകേണ്ടതെന്ന് പറയൂ. അങ്ങയുടെ സാന്നിധ്യമില്ലാത്ത ഒരിടം എനിക്ക് കാണിച്ചു തരും. ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവിയിൽ നിന്നും ഈ മറുപടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഞാനില്ലാത്ത ഒരിടമില്ല. ഇവിടെ ഭഗവാൻ മായ എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ശരീരമാണ് എന്ന ചിന്തയാണ് മായ. ഇതിന്റെ മൂല കാരണം അജ്ഞാനമാണ്. എങ്ങനെയാണ് മായയെ മറികടക്കാൻ സാധിക്കുക? ഈശ്വരകൃപ കൊണ്ട് മാത്രമേ അതിന് കഴിയൂ. ജീവിതത്തിന്റെ മുഖ്യ ലക്ഷ്യം തന്നെ ഈശ്വരകൃപ നേടലാണ്. ഈ ശരീരം നശ്വരം, താത്കാലികമാണ്. അതിനോട് ആവശ്യത്തിലേറെയുള്ള മമത വേണ്ട. ഈ സത്യം മനസ്സിലാക്കി ആത്മാർത്ഥതയോടെ ആത്മീയ സാധനയിൽ മുഴുകുക. എന്നാൽ നമുക്ക് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവത് സാന്നിധ്യം അനുഭവിക്കാനാകും. സായിരാം.